ഈ സീസണിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച ചുരുക്കം ചില മത്സരാർത്ഥികളിൽ ഒരാളാണ് നോറ. അതുകൊണ്ട് നോറയ്ക്ക് ഒരുപാട് ആരാധകരുമുണ്ടായി. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ നോറ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടത് ജാസ്മിനുമായിട്ടായിരുന്നു. 90 ദിവസത്തെ ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചുമൊക്കെ നോറ പറയുന്നതിങ്ങനെ: ഞാൻ എവിക്റ്റ് ആവണമെന്ന് അവിടെ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്നും അവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ട്. എന്നാൽ ശ്വേത ചേച്ചിയും ജിത്തു സാറും ആൻ്റണി പെരുമ്പാവൂർ സാറും ഒക്കെ വന്നപ്പോൾ എൻ്റെ ശബ്ദത്തെ കോംപ്ലിമെൻ്റ് ചെയ്ത് സംസാരിച്ചു. ഞാൻ എവിക്റ്റ് ആകണമെന്ന് ജാസ്മിനും ഋഷിയും അഭിഷേകും ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഔട്ടായപ്പോൾ അവരെല്ലാം സേവ്ഡായ ആളുടെ അടുത്തേക്കാണ് പോയത്. ജാസ്മിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ അവളുടെ ഫ്രണ്ടാണെന്ന്. അത് കേൾക്കാൻ എനിക്കിഷ്ടമില്ല. കാരണം ഞങ്ങൾ അറിയുന്നവരാണെന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ഫ്രണ്ട് ആയിരുന്നില്ല. വൈൽഡ് കാർഡ് വരുന്നതുവരെ ജാസ്മിന് ഹൗസിൽ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ വൈൽഡ് കാർഡ് വന്ന് പുറത്തെ കാര്യങ്ങൾ ചർച്ചയായപ്പോൾ അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തി. അപ്പോൾ ഞാൻ അവൾക്കൊപ്പം നിന്നു. പിന്നെ ജാസ്മിൻ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളല്ല. ആരോടും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറാൻ അവൾക്ക് കഴിയും. അവൾക്ക് പുറത്ത് സോൾമേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗബ്രിയുമായിട്ടുള്ളതോ എന്ന് ചോദിച്ചപ്പോൾ സോൾമേറ്റ് എന്ന രീതിയിലേക്ക് പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ജാസ്മിൻ്റെ ചില റിലേഷൻഷിപ്പ് സർവൈവൽ ഞാൻ കണ്ടതാണ്. ഹൗസിൽ നിന്നും പുറത്തു വന്നാലും ജാസ്മിൻ കൂളായി സർവൈവ് ചെയ്യും. അവളുടെ ഈ ഫ്രണ്ട് സർക്കിൾ ഇല്ലെങ്കിലും അവൾ സർവൈവ് ചെയ്യും, ഉറപ്പ്. നോറയുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്ന് പ്രേക്ഷകരിൽ അഭിപ്രായമുണ്ട്.